നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങൾ വെച്ചുമാറാൻ UDF-ൽ ചർച്ച. അഴീക്കോട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് പകരം കോൺഗ്രസ് മത്സരിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യമുന്നയിച്ചു. അഴീക്കോട് KV സുമേഷ് തന്നെ LDF സ്ഥാനാർത്ഥിയായാൽ ജയസാധ്യത കുറവെന്ന് മുസ്ലിം ലീഗിൽ ചർച്ച. കണ്ണൂരിൽ K സുധാകരന്റെ നിലപാടും നിർണായകമാണ്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, KM ഷാജിയിൽ നിന്ന് അദ്ദേഹം CPM പിടിച്ചെടുത്ത ഒരു സീറ്റാണ്. അപ്പോൾ അവിടെ വീണ്ടും മത്സരിക്കാൻ മുസ്ലിം ലീഗിന് താല്പര്യമില്ലാത്തതാണോ കണ്ണൂർ മണ്ഡലം ആവശ്യപ്പെടാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയത്? കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ്? ബിനിൽ, ഇക്കാര്യത്തിൽ ഏതായാലും അനൌദ്യോഗികമായി വിവിധ കേന്ദ്രങ്ങളിൽ ചർച്ച നടക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം ഇതുതന്നെയാണ്. അഴീക്കോട് മണ്ഡലത്തിൽ KV സുമേഷ് തന്നെ വീണ്ടും CPIM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ലീഗിന് വലിയ രീതിയിൽ അവിടെ ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ പോലും സാധിക്കില്ല എന്നൊരു വിലയിരുത്തൽ പൊതുവെ അണികളിൽ ഉൾപ്പെടെ ഉണ്ട്. കാരണം KV സുമേഷ് KM ഷാജിയിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണ്. അതിനുശേഷം സുമേഷ് അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആളുകളുടെ മനസ്സിൽ ശ്രദ്ധ നേടുന്ന വിധത്തിലാണ് എന്നൊരു വിലയിരുത്തൽ ലീഗ് പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ അഴീക്കോട് മണ്ഡലത്തിന് പകരം കണ്ണൂർ മണ്ഡലം ലീഗ് മത്സരിക്കുക എന്നൊരു ചർച്ച പൊതുവെ നടക്കുന്നുണ്ട്. ലീഗിന് അത്തരത്തിലൊരു താല്പര്യം ലീഗിലെ ഒരു വിഭാഗത്തിനെങ്കിലും ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ പറയാനാവുന്നത്. മാത്രമല്ല, ഈ കണ്ണൂർ മണ്ഡലം കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. അവിടെ K സുധാകരൻ ഇത്തവണ മത്സരിച്ചേക്കും എന്നതാണ് നിലവിലുള്ള ഒരു വിവരം. K സുധാകരൻ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ ചർച്ചയിലെ ഒരു നിർണായക കാര്യമായി നിൽക്കുന്നത്. കാരണം അഴീക്കോട് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ കണ്ണൂർ ലീഗിന് നൽകുന്നു. അവിടെ ലീഗ് ഒരുപക്ഷെ അബ്ദുൽ കരീം ചേലേരി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെയാണ് പരിഗണിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, KM ഷാജി വീണ്ടും മത്സരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ KM ഷാജിയോട് മത്സരിക്കാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുകയാണെങ്കിൽ മത്സരിക്കുന്നതിൽ ഷാജിക്ക് വിമുഖത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 2 തവണ ഷാജി പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. അവിടെയാണ് KV സുമേഷ് വരികയും മുന്നോട്ട് പോകുമ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. ഇതുകൂടിയാണ് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിലൊരു തീരുമാനം പെട്ടെന്നുണ്ടാവുക എന്നുള്ളത് കോൺഗ്രസിനെയും ലീഗിനെയും സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം ലീഗിന് ഈ കണ്ണൂർ സീറ്റ് വിട്ടു നൽകാൻ കോൺഗ്രസ് തീരുമാനിക്കുകയാണെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കോൺഗ്രസ് ലീഗിന് മുന്നിൽ ഉപാധികളായി വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഈ കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസും പകുതി എന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ മേയർ സ്ഥാനം കൈകാര്യം ചെയ്തു വരുന്നത്. അത് മാറ്റേണ്ടി വരും എന്ന അത്തരം ചില ഉപാധികൾ കൂടി വെച്ചേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും മേയർ ഭരണം അത് കോൺഗ്രസിന് ലഭിക്കുന്ന വിധത്തിലേക്ക് അങ്ങനെ ഒരു ഫോർമുല ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചയാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഏതായാലും K സുധാകരൻ ഇതിൽ നിർണായക ഘടകമാകും. കാരണം K സുധാകരൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ അഴീക്കോട് പോയി മത്സരിക്കാൻ തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കണ്ണൂരിൽ K സുധാകരൻ മത്സരിച്ചാൽ ജയിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകരുണ്ട്. UDF-ലെ തന്നെ പ്രവർത്തകരും ഒപ്പം തന്നെ ഒരു വിഭാഗം നേതാക്കളും എല്ലാം ഉണ്ട്. അപ്പോൾ K സുധാകരൻ അഴീക്കോട് മത്സരിക്കാൻ തയ്യാറാകുമോ എന്ന കാര്യം കൂടി ഈ ചർച്ചയിലെ നിർണായക ഘടകമാണ്. ഓക്കെ, KPCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിയുന്നതിന് പകരമായി അദ്ദേഹം വെച്ചിട്ടുള്ള ഡിമാൻഡുകളിൽ ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റാണ് എന്ന സൂചനകൾ അന്ന് വന്നിരുന്നു. അപ്പോൾ സുധാകരൻ മത്സരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് തട്ടകമായിട്ടുള്ള കണ്ണൂരിൽ തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ലീഗിന് വേണ്ടിയിട്ട് ഈ സീറ്റ് വെച്ച് മാറുമോ എന്ന ചോദ്യമുണ്ട്. അതേസമയം അഴീക്കോട് ജയസാധ്യതയില്ലാത്ത ഒരു സീറ്റിൽ മത്സരിക്കാൻ ലീഗിന് താല്പര്യമില്ല എന്ന സൂചനകളും പുറത്തു വരികയാണ്. എന്ത് സംഭവിക്കുമെന്ന് നോക്കിയറിയാം. നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.